അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്ന പ്രോഗ്രാം ഇതായിരുന്നു 1 to 50 നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. 1 to 50 പ്രിൻറ്റ് ചെയ്യാൻ നമ്മളന്ന് യൂസ് ചെയ്തത് വൈൽ ലൂപ്പാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? അതിൻ്റെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൈൽ ഐ ഈക്വൽ ടു 1, പിന്നെ കണ്ടീഷൻ ചെക്കിങ് ആൻഡ് പിന്നെ ഇൻക്രിമെൻറ്റ്. അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐയുടെ വാല്യൂ 50നേക്കാളും ലെസ് ഓർ ഈക്വൽ ആവണം, 50 വരെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് എഫ് %d ഐ കൊടുത്തു. വെറുതെ %d എന്ന് കൊടുത്തിരുന്നെങ്കിൽ 1 2 3 4 5 50 അതൊരു അടുപ്പിച്ചിങ്ങനെ വന്നേനെ. ഇവിടെ ഒരു /n ഇട്ടിട്ടുണ്ട്. നിങ്ങൾ /n ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു \n. \n സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ലൈൻ. അതായത് പുതിയ ലൈനിൽ ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്യാനാണ് \n യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കിനി നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും പുതിയ ലൈനിൽ വരണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ \n വിത്തിൻ ദ ഡബിൾ കോഡ്സ്. ഓക്കെ, അപ്പം എന്തിനാണ് ഇവിടെ പ്രിൻറ്റ് എഫ് %d കൊടുത്തത്? ഇവിടെ പ്രിൻറ്റ് എഫ് വെറുതെ ഐ കൊടുത്താൽ മതിയോ? പോരാ. നമുക്ക് ഐയുടെ വേരിയബിൾ ഐ എന്ന വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. എപ്പോഴും ഒരു വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ദിസ് ഈസ് ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. ഐ എം ഗോയിങ് ടു പ്രിൻറ്റ് ആൻ ഇൻറ്റിജർ വേരിയബിൾ. സോ പ്രിൻറ്റ് എഫ് %d. ഇഫ് ഐ എം പ്രിൻറ്റിംഗ് എ ക്യാരക്ടർ വേരിയബിൾ ഐ ഹാവ് ടു വാല്യൂ ഓഫ് എ ക്യാരക്ടർ വേരിയബിൾ ഐ ഹാവ് ടു സ്പെസിഫൈ %c. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറേ പേര് ചെയ്തൊരു മിസ്റ്റേക്ക് പ്രിൻറ്റ് എഫ് വെറുതെ ഡബിൾ കോഡ്സിൽ ഐ എന്ന് കൊടുത്തു. അങ്ങനെയല്ല. ബിക്കോസ് അങ്ങനെ കൊടുത്താൽ ജസ്റ്റ് ഐ എന്നുള്ളത് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരും. ഒരു ഐയിലെന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ആണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ നിർബന്ധമായിട്ടും സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ പോവാണ്. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലൂപ്പ്, which is nothing but our for loop. The traditional for loop found in C requires 3 parts. ഇതേപോലെ തന്നെ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ആൻഡ് ഇൻക്രിമെൻറ്റ്. പൊതുവെ കോമൺലി യൂസ്ഡ് ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പും ഇതേപോലെ ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, so for loop has 3 parts. Initializer is executed at the start of the loop. Loop condition is tested before the iteration to decide whether to continue or terminate the loop. Next loop condition ആണ്. Increment is executed at the end of the loop iteration. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഫോർ ലൂപ്പ് ഉണ്ടാവുക. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. റൂള്, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സി പറഞ്ഞിരിക്കുന്ന റൂള്. ഫോർ വിത്തിൻ പാരാന്തസിസ് ഗിവ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, give condition statement, give the incrementer or updater. You can write it as updation or incrementer or decrementer, whatever it is. Then the statement block. You can see there is no semicolon here. ഞാൻ ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് പലരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ ഒരു സെമിക്കോളൻ ഇടും, പിന്നെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവില്ല. സെമിക്കോളൻ ഇട്ട് അവിടെ വെച്ചത് ടെർമിനേറ്റഡ് ആവും. എററൊന്നും കാണിക്കില്ല, പക്ഷേ ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് ദ ലൂപ്പ് ഇൻ എ സിറ്റുവേഷൻ വെർ വി വോണ്ട് ടു എക്സിക്യൂട്ട് എ ലൂപ്പ്. അപ്പം അബദ്ധത്തിൽ പോലും ഒരു ലൂപ്പിനും സെമിക്കോളൻ അറ്റത്ത് ഇടാതിരിക്കുക. അപ്പോൾ ഫോർ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ചെക്കിങ് ആൻഡ് ഇൻക്രിമെൻറ്റ്. നൗ വിൽ സീ ദ സെയിം എക്സാമ്പിൾ. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ചെക്കിങ് ആൻഡ് ഇൻക്രിമെൻറ്റ്. സെയിം എക്സാമ്പിൾ ദാറ്റ് വി ഹാവ് ഡൺ യൂസിങ് വൈൽ യൂസിങ് ഫോർ. നമുക്കിതിൽ മാത്രം ആ ചേഞ്ചസ് അങ്ങ് വരുത്താം. അപ്പോൾ നമുക്ക് ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. You can remove this initialization. ഐ എന്ന് മാത്രം കൊടുക്കുക. ഇനി ഞാൻ ഫോർ ലൂപ്പാണ് കൊടുക്കാൻ പോണത്. സോ കഴ്സർ അപ്പം ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ എങ്ങനെയാണ് കൊടുക്കുക? Four is this is the most simplest loop and most commonly used. This is called the queen of all loops. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. It is a superior loop among all the loops normally used. Initialization എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ ഇവിടെ കൊടുക്കുക. I is equal to 1. സെമിക്കോളൻ ഇടുക. ഒരു സെമിക്കോളനാണ് അവിടെ നിർബന്ധം. ആ സിൻടാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യു ക്യാൻ സീ ഫ്രം ദ സിൻടാക്സ് ഫോർ ഇനീഷ്യലൈസേഷൻ, പിന്നെ അവിടെ ഒരു സെമിക്കോളനാണ്. ഇത് സി പറയുന്ന റൂളാണ്. നമ്മളത് തെറ്റിച്ചാൽ യു വിൽ ഗെറ്റ് എറേഴ്സ്. ഓക്കെ, പിന്നെ കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളനാണ്. സോ വിൽ കം ബാക്ക് അഗെയിൻ ടു ദ സിൻടാക്സ്. I equal to 1. Next is condition checking. I less than or equal, same problem, 1 to 50 using for loop I am doing. Less than or equal to 50, semicolon ഇടുക നിർബന്ധമാണ്. I increment plus ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റിങ് തന്നെയാണ്. ഈ I++ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, കാരണം ഓൾറെഡി നമ്മളവിടെ I++ കൊടുത്തിട്ടുണ്ട്.
Okay, now we'll try executing this and see whether we are getting the same output 1 to 15. But I am while nanu peru koduthathu. You can give it as for loop introduction or something. And peru maattathondana njan same while nu parnittu type in. I compile it. There are no errors. So what I do is I run it. I can see 1 2 3 up to 50 is being printed, and each number is coming on a new line because I ഓരോന്ന് ന്യൂ ലൈനിലാണ്. ഞാൻ അവിടെ ആ സ്ലാഷ് ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? ഈ സ്ലാഷ് ഒഴിവാക്കിയാൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വരും, ഒരൊറ്റ നമ്പർ പോലെ വരും. യു ക്യാൻ സീ ദാറ്റ്. സ്ലാഷ് ഒഴിവാക്കി ഐ എം ഗോയിങ് ടു save it. I'm going to compile it. കണ്ടോ, എല്ലാം കൂടി ഒരൊറ്റ വരിയിൽ വരും. ഈ ഒറ്റ വരിയിൽ വരുമ്പോൾ വലിയൊരു നമ്പർ പോലെ തോന്നും. ഈവൻ ദോ വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട്, ഇറ്റ് ലുക്സ് ലൈക്ക് എ വാട്ട് സിംഗിൾ നമ്പർ, റൈറ്റ്? സോ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ലൈനിലേക്ക് ആക്കാനാണ് നമ്മൾ അവിടെ സ്ലാഷ് n യൂസ് ചെയ്തിരിക്കുന്നത്. Okay, so this is regarding for loop. അപ്പോൾ നമുക്ക് for loopൻ്റെ ഇൻട്രൊഡക്ഷനിൽ അടുത്ത നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലൂപ്പാണ് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ രണ്ടിലും എന്താ ഫോർ ലൂപ്പിൻ്റെ പ്രീവിയസ് വൈൽ ലൂപ്പിൻ്റെ എക്സാമ്പിൾ കൊടുത്ത പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡിൽ ഞാൻ സെയിം എക്സാമ്പിൾ യൂസിങ് എ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആണ്, കുറച്ചുകൂടി സിമ്പിളാണ്. ആദ്യം ഇനീഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ ചെക്കിങ്, പിന്നെ ഇൻക്രിമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെയാണെന്ന് അറിയണം അല്ലേ? ഇത് നേരെ ഇങ്ങനെ എക്സിക്യൂഷൻ അല്ല, ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ വ്യത്യാസമുണ്ട്. അപ്പം ഞാനിപ്പോൾ ആ സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റി തന്നു. സോ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് എന്നുള്ളത് നിങ്ങൾ അറിയണം. i ഈക്വൽ ടു 0, യെസ് 0, കറക്റ്റ്. 0 is less than 3, ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്കിങ് ചെയ്യും. 0 is less than 3, യെസ് കറക്റ്റ്. ദെൻ ഡയറക്റ്റ്ലി ഇങ്ങോട്ടല്ല പോവുക, നേരെ control will come inside the loop. After the condition checking, the control is coming inside the loop. 0 is less than 3, correct. Then it will print hello. Hello print ചെയ്യും. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് കൺട്രോൾ i++ലേക്ക് പോവുക. ഓക്കെ, സോ ദ ഫ്ലോ ഇസ് ലൈക്ക് ദിസ്. ഫ്രം ഇനീഷ്യലൈസേഷൻ, ഫ്രം കണ്ടീഷൻ ചെക്കിങ്, ഇൻസൈഡ് ദ ലൂപ്പ്, ദെൻ ഫ്രം ഹിയർ ഇറ്റ് വിൽ കം ടു ദ increment statement i++. പിന്നെ ഇങ്ങോട്ട് വീണ്ടും പോവില്ല, ഇനീഷ്യലൈസേഷനിലേക്ക് വീണ്ടും പോവില്ല. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയാൽ 1 ആയി അല്ലേ, 1 less than 3, കറക്റ്റ്. ഇറ്റ് വിൽ കം ഇൻസൈഡ് ദ ലൂപ്പ്, പ്രിൻറ്റ് ഹെലോ സെക്കൻഡ് ടൈം. ദെൻ വീണ്ടും ഈ ഹെലോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എങ്ങോട്ടാ പോവുക? നിങ്ങൾക്ക് ആ കൺട്രോൾ പോണ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാവണം. കൺട്രോൾ വിൽ ഗോ ടു ദ ഇൻക്രിമെൻറ്റ്. അപ്പം ഐയുടെ വാല്യൂ 1 എന്ന് മാറി ഇപ്പോൾ 2 ആയി. പിന്നെ ചെക്ക് ചെയ്യ കണ്ടീഷനാണ് 2 less than 3, യെസ് പ്രിൻറ്റ് എഫ് ഹെലോ, തേർഡ് ടൈം ഹെലോ പ്രിൻറ്റ് ചെയ്തു. നൗ ഐയുടെ വാല്യൂ 3 ആയി. 3 less than 3 ആണോ? അല്ല, കണ്ടീഷൻ ഇസ് ഫാൾസ്. ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ലൂപ്പ്. ഇറ്റ് വോണ്ട് ഗോ ഇൻസൈഡ് ദ ലൂപ്പ്. ഓൺലി വൺസ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ഇറ്റ് ഇസ് കമ്മിങ് ഇൻസൈഡ് ദ ലൂപ്പ്. സോ ദിസ് ഇസ് ഹൗ ഫോർ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇനീഷ്യലൈസേഷൻ, അതിൻ്റെ ഫ്ലോ ചാർട്ട്. ദ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ്. If it is true, it will come inside and execute the statement. Then only it will increment. ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻക്രിമെൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇൻക്രിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഫ്ലോ ചാർട്ടിൽ തെറ്റുണ്ട്. ഇൻക്രിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് അഗെയിൻ ഗോ ടു ഇനീഷ്യലൈസേഷൻ. ആ തെറ്റ് നിങ്ങൾ മാറ്റി വരയ്ക്കുക കേട്ടോ. ഇതാ ദിസ് വിൽ ഗോ ടു കണ്ടീഷൻ ചെക്കിങ്. ദിസ് ഫ്ലോ ചാർട്ട് ഇസ് റോങ്. ഇവിടെ ദിസ് ഐ കോപ്പീഡ് ഫ്രം സംവെയർ, സോ ഇറ്റ് മൈറ്റ് ഹാവ് ബി മിസ്റ്റേക്ക്. ഈ ആരോ പോകേണ്ടത് അഗെയിൻ കണ്ടീഷൻ ചെക്കിങ്ങിലേക്കാണ്. ഇറ്റ് വോണ്ട് ഗോ ടു ഇനീഷ്യലൈസേഷൻ ബാക്ക്. It will check for condition. If it is true, it will come inside, then increment. സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻക്രിമെൻറ്റിലേക്ക് പോകും. ഇൻക്രിമെൻറ്റിൽ നിന്ന് പോയാൽ ഈ ആരോ ഇവിടെയാണ് എൻഡ് ചെയ്യേണ്ടത്. എല്ലാവരും ആ ചേഞ്ച് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫ്ലോ ചാർട്ടിൽ വരയ്ക്കുക. ദിസ് ഇസ് കോപ്പീഡ് ഫ്രം സംവെയർ ആൻഡ് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഇറ്റ് വോണ്ട് റീഇനീഷ്യലൈസ്. ഇവിടെ റീഇനീഷ്യലൈസ് ചെയ്താൽ ലൂപ്പ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുമോ? ഐയുടെ വാല്യൂ ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. 0 ആയി, i less than 3 ആണ്, ഹെലോ പ്രിൻറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു 1 ആയി. 1 അല്ല, പിന്നെ വീണ്ടും ഇനീഷ്യലൈസേഷനിലേക്ക് പോകാറുള്ളത് തെറ്റാണ്. സോ ദ drawn flow chart is wrong. The mistake is after increment you have to again go back to condition checking. Okay.